അല്ല അതാരാ വരുന്നത്? അത് നമ്മുടെ കഥാകൃത്തല്ലേ? അയ്യോ ശരിയാണല്ലോ. അവൻ വന്നു കഴിഞ്ഞാൽ വലിയ പുരാണമാണ്. നമുക്കൊരു പണി കൊടുത്താലോ? ഒരു പണി കൊടുക്കാം. വരട്ടെ. ഹലോ ഹലോ. എവിടെയാണ് രാവിലെ തന്നെ? ഡോക്ടർ പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് ഓടണം. അപ്പൊ ഡോക്ടർ പറഞ്ഞല്ലേ നാട്ടുകാർക്ക് പൈസ കൊടുക്കാനുള്ള കാര്യം. പിന്നെന്താ നടന്നു വന്നിങ്ങോട്ട്? ഓടി വരുന്ന വഴിക്ക് ഒരു പട്ടി. പിന്നെ ഞാൻ ഓട്ടം നിർത്തി നടപ്പാക്കി. അതെന്തായാലും നല്ലതാണ്. നമ്മളെപ്പോഴും നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കണം. ഇപ്പൊ കഥയൊക്കെ എഴുതാറുണ്ടോ? പിന്നെ ഒരുപാട്. പക്ഷേ ആരും അങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല. അല്ല നിന്റെ കഥയൊക്കെ വെളിച്ചം കാണാറുണ്ടോ? വെളിച്ചം കാണും. കഥയെല്ലാം കൂടെ വാരിക്കൂട്ടി ഭാര്യ കത്തിപ്പോ നല്ല വെളിച്ചം കാണും. അതെ, ഞാൻ വന്നത് ഒരു കാര്യം പറയാൻ. എന്താണ്? എന്റെ മഹത്തരമായ ഒരു സൃഷ്ടി ഞാൻ ഭാര്യയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് അത് തന്നെ വേണം. എന്റെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ആ സൃഷ്ടി. ഈ ആഴ്ച അത് പ്രസിദ്ധീകരിച്ചു വരും. പ്രസിദ്ധീകരിച്ചു വരുമ്പോ നിങ്ങളൊക്കെ കൂടി ആ കഥയെ അഭിനന്ദിച്ചുകൊണ്ട് ഒരുപാട് അഭിനന്ദന കത്തുകൾ അയക്കണം. നീ എന്തോ പറയുന്നത്? അതിനൊക്കെ ഭയങ്കര ചെലവാണ്. പേടിക്കണ്ട, അതിനൊക്കെ പരിഹാരം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഇതാ, ഇതില് സ്റ്റാമ്പും അഡ്രസ്സും ഇതിന്റെ അകത്തുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ സഹകരിക്കണം. ഞാൻ നാളെ ബോംബക്ക് പോവാ. അതെ, പോയി വന്നാൽ ഉടനെ അടിപൊളി ചെലവ്. എടാ ഞാനൊരു കാര്യം പറട്ടെ. ഇതിപ്പോ ഞങ്ങൾ 2 പേര് അയച്ചിട്ട് കാര്യമില്ല. എടാ കാണുന്ന 10 പേരുടെ ഇതുപോലൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കും അങ്ങോട്ട്. എന്നോടാ കാളി, അതിനൊക്കെ തയ്യാറായിട്ടല്ലേ ഞാൻ നടക്കണത്. കണ്ട കണ്ട കണ്ട. അപ്പൊ കവിത പ്രസിദ്ധീകരിച്ചു വരുമ്പോ അതിന്റെ പ്രതിഫലം കൊണ്ട് ഞങ്ങൾക്ക് ചെലവ് നടത്തുമല്ലോ. പിന്നെ നടത്തു ഉറപ്പല്ലേ? അടിപൊളി. എന്നാ ചെയ്തേക്കാം. അപ്പൊ മറക്കരുത്, പ്രസിദ്ധീകരിച്ചു വരുമ്പോ കാണണം. അപ്പൊ ശശിയേട്ടാ, കൊറിയർ ചാർജ് അഡ്രസ്സും ഞാനിതിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ മറക്കരുതേ. ഇതൊക്കെ അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾ കത്തയക്കണം. ഇങ്ങനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കത്ത് അവിടെ കിട്ടിയാലേ പത്ര ഹൗസിലേക്ക് ധൈര്യമായിട്ട് കയറി ചെല്ലാൻ പറ്റുള്ളൂ. എനിക്ക് പേയ്മെന്റും കിട്ടുള്ളൂ. മനസ്സിലായ? നിങ്ങളുടെ നാട്ടിലൊരു കലാകാരൻ വളർന്നു വന്നാ നിങ്ങൾക്കും കൂടി അതിന്റെ വെയിറ്റ് ഏത്. ഈ കഥ പ്രസിദ്ധീകരിച്ചു വന്ന അജിക്ക് എന്റെ മകന് സൂപ്പർ ചെലവുണ്ട്. ഒരു കട്ടൻ ചായ, ഒരു പരിപ്പ് വടി. ഓക്കെ, ഇതെന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ്. നിങ്ങളെ കൂടി സഹകരിച്ചാലേ ഇതൊരു മഹത്തായ സൃഷ്ടിയായി മാറുള്ളൂ. നമസ്കാരം. നമസ്കാരം. ഞാൻ വിബ്രൻ. ആര്? PK വിബ്രൻ. ഇരിക്കൂ. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. കുറച്ചാള് ബോംബെയിലായിരുന്നു. കഥാകൃത്തുക്കളൊരു സമ്മേളനം. കുറച്ചു മുമ്പ് പാതിര കഞ്ഞി എന്ന പേരിൽ ഞാനൊരു കഥ ഇവിടെ അയച്ചിരുന്നു. ഞാനതിന്റെ പ്രതിഫലം വാങ്ങിക്കാൻ വന്നതാ. കാശിന് കുറച്ച്. എന്റെ പൊന്ന് കഥാകൃത്ത് ക്ഷമിക്കണം. എന്താ സാറേ? നിങ്ങളുടെ കഥ ഇതുവരെ ഞങ്ങളുടെ വാരികയിൽ പ്രസിദ്ധീകരിക്കാൻ പറ്റിയിട്ടില്ല. അയ്യോ, പ്രസിദ്ധീകരിച്ചില്ലേ? എങ്കിൽ അതിന്റെ പകുതി പ്രസിദ്ധീകരിക്കുവോ സാറേ? ഇല്ല, പറ്റത്തില്ല. മേളിൽ നിന്നുള്ള ഓർഡർ. കാൽഭാഗം പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ? പറ്റത്തില്ലടോ. ഏതൊരു പണി ചെയ്യാം. പാതിര കഞ്ഞി എന്ന ടൈറ്റിലും PK വിബ്രൻ എന്ന പേരും, അത് മാത്രം മതി. ഞാൻ ഹാപ്പി. എന്റെ പൊന്നോ, തന്റെ അടുത്തല്ലോടോ പറഞ്ഞത്. അത് പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ആ കഥയും തിരിച്ചു തന്നേക്ക് സാറേ. എങ്ങനെ? ആ കഥയും ഇങ്ങോട്ട് തിരിച്ചു തന്നേക്കാൻ. അയ്യോ, മുനിസിപ്പാലിറ്റി വണ്ടി ഇപ്പൊ പോയതുള്ളൂ ഇവിടുത്തെ വേസ്റ്റ് ബോക്സുമായിട്ട്. അയ്യോ, മുനിസിപ്പാലിറ്റിക്ക് ഇപ്പൊ ബസ് ഉണ്ടോ സാറേ? ചിലപ്പോ കാണും. ഒന്ന് പോയി നോക്ക്. അയ്യോ പോവല്ലേ, ഒന്ന് നിൽക്കണേ. എടോ ദാ ഇതൂടെ കൊണ്ടുപോയിക്കോ. ഇതെന്താ സാറേ? എടോ, തന്റെ കഥ ഞങ്ങളുടെ വാരികയിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? പ്രസിദ്ധീകരിച്ചില്ല എന്ന് സാറ് പറഞ്ഞല്ലോ. എടോ, പ്രസിദ്ധീകരിക്കാത്ത തന്റെ കഥയ്ക്ക് വായനക്കാരയച്ച അഭിനന്ദന കത്തുകളാണോ?